മണ്ണും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ വിളംബരവുമായി വടക്കൻ കേരളത്തിൽ ബുധനാഴ്ച ഏർപ്പ് ആഘോഷിച്ചു. ആധുനിക ലോകം ഇന്ന് ചർച്ച ചെയ്യുന്ന പരിസ്ഥിതി സംരക്ഷണം കാലങ്ങൾക്ക് മുൻപേ ആചാരമായി പാലിച്ചവരാണ് നമ്മുടെ പൂർവികർ എന്നതിന് തെളിവാണ് ഏർപ്പ് ദിനം. ഏർപ്പ് ദിനം ഭൂമിദേവി പുഷ്പിണിയാകുന്ന ദിവസമാണിതെന്നാണ് പഴമക്കാരുടെ വിശ്വാസം. ഭൂമിദേവിയെ ദൈവതുല്യമായി കണ്ട് ആരാധിക്കുന്ന ദിനമാണ് ഏർപ്പ്. വിളവെടുപ്പ് കഴിഞ്ഞ് ധാന്യങ്ങൾ പത്തായപ്പുരയിൽ എത്തിച്ച ശേഷം വീണ്ടും ഒരു വിത്ത് വിതയ്ക്കും മുൻപ് കർഷകൻ ഭൂമിയെ ഏർപ്പ് ദിനത്തിൽ മധുരം നൽകി ആദരിക്കും. മണ്ണിൽ ആയുധങ്ങൾ ഉപയോഗിക്കാതെ, നിലം ഉഴുതുമറിക്കാതെ, രജസ്വലിയായ ഭൂമിദേവിയെ നോവിക്കാതെയാണ് ഏർപ്പ് ദിനത്തിലെ ആഘോഷങ്ങളെല്ലാം. ചൂലുകൊണ്ട് പഴമക്കാർ മുറ്റം വരെ അടിക്കില്ല. തുവരധാന്യം കൊണ്ടുണ്ടാക്കിയ പായസമാണ് ഏർപ്പ് ദിനത്തിലെ നിവേദ്യം. ഏർപ്പ് ദിനത്തിൽ വേനലിന്റെ വരവറിയിച്ചുകൊണ്ടെത്തുന്ന മകരക്കാറ്റിന് തൂശനിലയിൽ തുവരപ്പായസം നിവേദിക്കും. കാറ്റിനെ വരവേൽക്കാൻ കുട്ടികൾ പട്ടം പറത്തി ആഘോഷിക്കും. ഏർപ്പ് ദിനത്തിൽ നടക്കുന്ന കളിയാട്ടങ്ങൾ ഏർപ്പ് കളിയാട്ടം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പയ്യന്നൂർ കുറിഞ്ഞി ക്ഷേത്രം, കടുമേനി വിഷ്ണുമൂർത്തി മുണ്ടേക്കാവ്, കീഴ്മാല എരഞ്ഞിക്കൽ ചാമുണ്ടേശ്വരി മുണ്ടേക്കാവ് എന്നിവിടങ്ങളിൽ ഏർപ്പ് കളിയാട്ടങ്ങളാണ്. ഏർപ്പ് ദിവസം പാടങ്ങളിൽ കണിവെള്ളരി നടാനായി കർഷകർ തിരഞ്ഞെടുക്കാറുണ്ട്. പണ്ട് കാലം മുതലേ ഈ മകരമാസത്തിലെ ഏർപ്പ് ദിവസം ആ ദിവസം ഒരു വെള്ളരി കൃഷി ചെയ്യുന്ന ഒരു പതിവുണ്ട്. കാരണം അതിൻ്റെ വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഏർപ്പ് ദിവസം നട്ട് കഴിഞ്ഞാൽ വിഷുവിന് വിളവെടുക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു ശീലം അത് ഇപ്പോഴൊന്നും ഇപ്പോൾ ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ എന്നാലും ആ ഒരു രീതി ഇങ്ങനെ തുടർന്ന് വരുന്നു. ഏർപ്പ് ദിനത്തിൽ നട്ട വെള്ളരി വിഷുവിനാണ് വിളവെടുക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.